ബി.ജെ.പി. സംസ്ഥാന വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ യുവരാജ് ഗോകുൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് പ്രധാനമന്ത്രിയെ കൊലയാളി എന്നൊക്കെ ചിത്രീകരിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അവിടെയുള്ള ചില ദേശവിരുദ്ധ വിദ്യാർത്ഥി സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകിയത്. പക്ഷേ ഇത്തരം പോസ്റ്ററുകൾ വ്യാപകമായി കോളേജ് ക്യാമ്പസിലും പുറത്തുമൊക്കെ കാണപ്പെട്ടപ്പോൾ ജനൻ ടി വിയുടെ പ്രതിനിധി പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ക്രിയേറ്റിവിറ്റി എന്നാണ് പറഞ്ഞത്. ഒരു പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് വരാവുന്ന ഒരു മറുപടിയല്ല നൽകിയത്. അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നോ, അല്ലെങ്കിൽ അത് താൻ അറിഞ്ഞിട്ടില്ലെന്നോ, അല്ലെങ്കിൽ അത് കോളേജ് ഔദ്യോഗികമായി അതിനെ അംഗീകരിക്കുന്നില്ലെന്നോ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. പക്ഷേ വളരെ ശക്തമായി ഇത് ക്രിയേറ്റിവിറ്റി എന്ന തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിന്റെ പ്രിൻസിപ്പൽ മനോജ് പ്രതികരിച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ സംഭവത്തെ ശ്രീ യുവരാജ് ഗോകുൽ? അല്ല, ഇത് ഒരു സംസ്കാരമാണല്ലോ. നമ്മൾ പ്രതിഷേധം എന്ന് പറയുമ്പോഴും സമരം എന്ന് പറയുമ്പോഴും നമ്മൾ ജനിച്ചു വളർന്ന വീടിന്റെ ഒരു സംസ്കാരമായിരിക്കും നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥാപനത്തിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുകയോ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സംസ്കാരമാണല്ലോ ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ മുതൽ വിദ്യാർത്ഥികൾ വരെ ഇത്തരത്തിലുള്ള തീർത്തും നീചമായിട്ടുള്ള മനസ്ഥിതിയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരെ പരുവപ്പെടുത്തിയിരിക്കുന്ന പ്രസ്ഥാനം അവരെ പഠിപ്പിക്കുന്നത് അതായതുകൊണ്ടാണ്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അവരോട് സഹതപിക്കുവാൻ വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നോക്കൂ, ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ഏറ്റവും ഗതി നിർണ്ണയിക്കുന്ന ഏതാനും വ്യക്തികളിൽ ഒരാളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു ക്യാമ്പസിനകത്ത് ഒരു ചിത്രീകരണം നടത്തുന്ന സമയത്ത് പ്രതിഷേധമായിക്കൊണ്ട് പോട്ടെ, പ്രതിഷേധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായിട്ടും മാന്യമായിട്ട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിന് വിടുന്ന സമയത്ത് തീർച്ചയായിട്ടും അവര് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവരെയാണ് പരിചയപ്പെടുത്തുന്നത്. അവർ പ്രധാനമന്ത്രി അല്ല പരിചയപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കണം. അവര് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ തന്നെയാണ് ആൾക്കാരുടെ മുമ്പിൽ, പൊതുജനങ്ങളുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെന്താണ്, അവരുടെ ചിന്താഗതി എന്താണ്, അവരെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആശയം ഏത് തരത്തിലുള്ള ആശയമാണ്, ഇതൊക്കെ അവർ ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അവരെന്തുകൊണ്ട് ഇന്ന് അധംപതിച്ച് ഇന്ന് നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് പറയുമായിരുന്നു അവരൊരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുഴുവൻ വളരെ വലിയ ശക്തിയായിട്ട് നിന്നവര് അവസാനിച്ച് ഒരു സംസ്ഥാനത്തിലേക്ക് മാത്രം ചുരുങ്ങിയെന്ന് നമ്മൾ പറയുമായിരുന്നു. ഇപ്പൊ ആ സംസ്ഥാനത്തിൽ നിന്നും ചുരുങ്ങി ഏതാനും ക്യാമ്പസുകളിലേക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങിപ്പോയതിന്റെ കാരണവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരത് കൂടുതലായിട്ട് ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ വ്യക്തമാണ് ശ്രീ യുവരാജ് ഗോകുൽ. വളരെയധികം നന്ദി.